നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 1200 വർഷങ്ങൾക്ക് മുമ്പ് ആദിശങ്കരാചാര്യർ നടന്ന വഴിയിലൂടെ മോദിയുടെ വാരണാസി യാത്ര. ഈ വഴിയിലൂടെ നടന്നാൽ ശത്രുക്കൾ നിഗ്രഹിക്കപ്പെടുമെന്നാണ് വിശ്വാസം. പൗരാണിക ആത്മീയ പാതകളിലൂടെ ഊർജം ആവാഹിക്കുന്നതിനായി മോദിയുടെ ഈ യാത്ര. വാരണാസി ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്ന മോദി മെയ് 14 ചൊവ്വാഴ്ച തന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പായാണ് തിങ്കളാഴ്ച വൈകിട്ട് വാരണാസി യാത്ര സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച നടന്ന മോദിയുടെ വാരണാസി യാത്രയിൽ 28 ക്ഷേത്രങ്ങൾ, 40 ഘട്ടുകൾ, 60 ആശ്രമങ്ങൾ എന്നിവയെ സന്ദർശിച്ചാണ് മോദി കടന്നുപോയത്. ഈ 60 ആശ്രമങ്ങളിൽ 1500 ഹിന്ദു സന്യാസിമാർ വസിക്കുന്നു. ഇതുകൂടാതെ ഈ പാതയോരങ്ങളിലെ 23,000 വീടുകൾ, 18,000 വാണിജ്യ കേന്ദ്രങ്ങൾ, 257 ചെറിയ ക്ഷേത്രങ്ങൾ എന്നിവയും മോദിയെ വരവേറ്റു. റാണി ലക്ഷ്മിഭായിയുടെ ജന്മസ്ഥലത്തിലൂടെയും യാത്ര കടന്നുപോയി. വാരണാസിയുമായി തനിക്ക് സവിശേഷ ബന്ധമുണ്ട്. അത് അമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണ്. ഇക്കഴിഞ്ഞ 10 വർഷമായി കാശി വാരണാസിയുമായുള്ള ബന്ധം ശക്തമായി. ഇപ്പോൾ ഞാൻ അതിനെ എന്റെ കാശി എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. മോദി ടൈംസ് നൗ ചാനലിന്റെ നാവിക കുമാറുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.